മുന്നറിയിപ്പില്ലാതെ ജീവനക്കാർ നടത്തിയ സമരത്തിനെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. സമരം ചെയ്ത 30ഓളം ക്യാബിൻ ക്രൂ അംഗങ്ങളെ പിരിച്ചുവിട്ടു. സമരം തുടരുന്ന ജീവനക്കാർ വൈകിട്ട് 4 മണിക്കകം ജോലിയിൽ പ്രവേശിക്കാൻ കമ്പനി അന്ത്യശാസനം നൽകി. ഉച്ചയ്ക്ക് ശേഷം ജീവനക്കാരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ ചർച്ച നടത്തും. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് രണ്ടാം ദിവസവും തുടർന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. വിമാന സർവീസുകൾ ആകെ അവതാളത്തിലായതോടെയാണ് സമരക്കാർക്കെതിരെ കമ്പനി കർശന നടപടിയിലേക്ക് നീങ്ങിയത്. 220-ലേറെ ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് സമരത്തിലേർപ്പെട്ടത്. ഇതിൽ 30ഓളം പേർക്ക് ഇതിനോടകം പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. സർവീസ് തടസ്സപ്പെടുത്തണമെന്ന പൊതു ഉദ്ദേശത്തോടെയാണ് അവധിയെടുത്തത്. ഇത് പൊതുജനങ്ങളെയും കമ്പനിയുടെ സൽപ്പേരിനെയും ബാധിച്ചതിനാലാണ് പിരിച്ചുവിടുന്നതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി. ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന അന്ത്യശാസനം പാലിക്കാത്ത കൂടുതൽ പേരെ വൈകിട്ടോടെ പിരിച്ചുവിടും. ഈ കൂട്ടപ്പിരിച്ചുവിടലിനിടെയാണ് ഹരിയാനയിലെ ഗുഡ്ഗാവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് ജീവനക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുമെന്ന് ഉറപ്പ് ലഭിക്കാതെ ചർച്ച വിജയിക്കാനിടയില്ല. സമരത്തെ തുടർന്ന് ഇന്നലെ മാത്രം 91 വിമാനങ്ങൾ റദ്ദാക്കിയപ്പോൾ 102 വിമാന സർവീസുകൾ വൈകുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ തിങ്കളാഴ്ച വരെ ഇതേ സ്ഥിതി തുടർന്നേക്കും. സമരത്തിലില്ലാത്ത മുഴുവൻ ജീവനക്കാരെയും ജോലിക്കിറക്കിയാലും ഒരു ദിവസം ചുരുങ്ങിയത് 40 ഫ്ലൈറ്റുകളെങ്കിലും റദ്ദാക്കേണ്ടി വരുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, ദില്ലി.